ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈനാണ്. നമ്മൾ ഒരുപാട് ദിവസമൊന്നും വെക്കണ്ട, നമുക്കൊരു 10 ദിവസം കൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം. വീര്യമൊക്കെ വളരെ കുറവാണ്. നമ്മുടെ മക്കൾക്കൊക്കെ എന്താണേലും അത് ഇഷ്ടപ്പെടും. ഇപ്പോൾ എനിക്ക് പോലും വീര്യമൊന്നും ഇഷ്ടമില്ല, അപ്പോൾ എനിക്കൊക്കെ ആ വൈൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ പെട്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കാം. ഇവിടെ 1 കിലോ ഉള്ള ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പം എപ്പോഴും അതിന് നമ്മളിങ്ങനെ നമ്മുടെ നാഗം കൊണ്ടൊന്നും ഇവിടെ ഒന്നിങ്ങനെ നോക്കുമ്പോൾ നല്ല കളറുള്ളത് നോക്കി എടുക്കാൻ നോക്കണം. ഇതുപോലത്തെ ഇത് കണ്ട് നമ്മളിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് കൊണ്ട് നമ്മുടെ വൈനും നല്ല കളർ കിട്ടുമേ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 4 പീസ് പട്ടയാണ്, പട്ടയുടെ കഷ്ണം 4 പീസ് ഇട്ട് കൊടുക്കാം. 4 ഏലക്കായുടെ അരി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്, ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തത്, നാരങ്ങയുടെ നീര്, 2 കപ്പ് വെള്ളം, ഇതൊന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 2 വിസിൽ കേൾപ്പിക്കാം. വിസിൽ കേൾപ്പിച്ചിട്ട് എയർ പോയിട്ട് വേണം നമുക്ക് തുറന്ന് നോക്കാൻ. 2 വിസില്. കുക്കറിൽ ഇപ്പം എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യല്ലേ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്ക് ആ ജ്യൂസെല്ലാം അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പിശുട്. ഇത് നമ്മൾ എടുക്കുന്നില്ല, നമ്മൾ അതിൻ്റെ ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ പിശുടിനെ ഓവറായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുമില്ലേ. ഇനി ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാരയാണ്. ഇപ്പോൾ നമ്മുടെ ജ്യൂസിന് ചെറിയ ചൂടുണ്ട്. ആ ചൂടായിട്ടിരിക്കുമ്പം തന്നെ നമ്മൾ 1/2 കിലോ പഞ്ചസാര എടുക്കണം. വൈനൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കുന്ന പാത്രം, നമ്മളിപ്പോൾ ഈ ബൗളാണെങ്കിലും നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി നല്ല തുടച്ച് ഉണക്കിയെടുത്തതാണ്. ഞാൻ ജനലിൻ്റെ അവിടെ വെച്ച് വെയിൽ കൊള്ളിച്ച് നല്ല ഉണക്കിയെടുത്തതാണ്. അതുപോലെ നമ്മൾ വൈനിടുന്ന ഭരണി എല്ലാം നല്ല വെയിലിൽ ഉണക്കിയെടുക്കുന്നതോ അതിൽ അത്ര നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളം പാടില്ല. ഇപ്പോൾ തവിയാണെങ്കിൽ പോലും ഒന്നിലും വെള്ളം പാടില്ല. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളതുപോലെ ഇത് മിക്സ് ചെയ്യുന്നതാണെങ്കിലും ക്ലോക്ക് വൈസിലായിരിക്കും എപ്പോഴും നല്ലത്. ഒരേ ഡയറക്ഷനിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പം ചെറിയ ചൂടിനായതുകൊണ്ട് പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ പഞ്ചസാര നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇനി നുറുക്ക് ഗോതമ്പല്ല, വലിയ ഗോതമ്പാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അത് ചേർക്കാം. അതാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ കഴുകി ചെറു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി
വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയെടുത്തതാണ് ഉപയോഗിക്കേണ്ടത്. ഇത് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ അഥവാ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല, സാധാ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് ഫെർമെൻറ്റ് ആകുന്ന ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി അങ്ങ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ഈസ്റ്റ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളമാണ്. നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിന് ചെറിയ ചൂടുണ്ട്. ചൂട് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ 2 ചില്ല് ഭരണി എടുത്തിട്ടുണ്ട്. എപ്പോഴും വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മൺഭരണിയോ അല്ലെങ്കിൽ ചില്ല് ഭരണിയോ നല്ലത്. ഭരണിയാണെങ്കിലും നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച് വെള്ളം ഒട്ടും ഇല്ലാത്ത പാകത്തിന് വേണം എടുക്കാൻ. പിന്നെ നമ്മളിത് ഒഴിക്കുന്നതാണെങ്കിലും ഭരണിയുടെ 1/4 ഭാഗമേ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം വൈൻ പിന്നെ കുപ്പിയിലായി കഴിഞ്ഞാൽ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുമല്ലോ, അപ്പോൾ അത് പതഞ്ഞു പൊങ്ങുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുപ്പിയുടെ 1/4 ഭാഗമേ വൈൻ ഒഴിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 2 ഭരണിയിലായിട്ട് ഒഴിച്ചു വച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് അടയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. കാരണം ഇതിനകത്ത് എയർ സർക്കുലേഷനൊക്കെ നടക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് അടയ്ക്കണ്ട. നമ്മൾ ഇതിനെ ഒരു വെട്ടമധികം ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു കബോർഡിലാണ് ഇത് വെക്കുന്നത്. അതിന് മുന്നായിട്ട് നമുക്കിതിനെ, ഇതിപ്പോൾ ചില്ലല്ലേ, അതൊന്ന് മറയാൻ വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ഒരു ടവലും കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിതിപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരുപാട് ടൈറ്റ് ആക്കണ്ട. നമ്മൾ വെളിച്ചം കയറാതിരിക്കാനുള്ള പർപ്പസിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. നമുക്കിനി ഇതും ഇതുപോലെ കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പം 2 ഭരണിയും ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു കബോർഡിലാണ്, അധികം വെട്ടമൊന്നും കിടക്കാത്ത ഒരു കബോർഡിൽ, എൻ്റെ കിച്ചൺ കബോർഡിലാണ് ഞാൻ ഇതിനെ സൂക്ഷിച്ചു വെക്കാൻ പോകുന്നത്. ഇനി ഞാനത് ദിവസവും എടുത്ത്, ഇപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ ഒരേ സമയം എടുക്കണം. ഇപ്പോൾ രാവിലെ എടുക്കുന്നെങ്കിൽ രാവിലെ, അല്ലെങ്കിൽ വൈകിട്ട് എടുക്കുന്നെങ്കിൽ വൈകിട്ട്, ഒരേ സമയം നമ്മൾ ദിവസവും എടുത്ത് ഒട്ടും വെള്ളമില്ലാത്ത തവിയും കൊണ്ട് നമ്മളിത് ക്ലോക്ക് വൈസിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പിന്നെയും നമ്മളിതുപോലെ അടച്ച് നമ്മളിതുപോലെ തുണിയും കൊണ്ട് കവർ ചെയ്ത് നമ്മൾ വെക്കണം. അങ്ങനെ 10 ദിവസം ആകുമ്പോൾ 9 ദിവസം നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. 10ാമത്തെ ദിവസം നമുക്ക് അരിച്ച് ഇത് വൈനായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.